ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന് മുന്നേ വിരലിൽ എണ്ണാവുന്ന സൗഹൃദ മത്സരങ്ങൾ മാത്രമാണ് ബ്രസീലിയൻ ദേശീയ ടീമിന് അവശേഷിക്കുന്നത്. സമീപകാലത്തെ ബ്രസീലിന്റെ റിസൾട്ടുകൾ അത്ര ആശാവഹമല്ല. പറയാൻ കാരണം അവസാനമായി കളിച്ച 3 മത്സരങ്ങളിൽ 2ലും ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ബൊളീവിയ ബ്രസീലിനെ അട്ടിമറിച്ചു. അതിന് പിന്നാലെ ജപ്പാൻ കൂടി കഴിഞ്ഞ ദിവസം ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അടുത്ത മാസം 2 സൗഹൃദ മത്സരങ്ങൾ ആഫ്രിക്കൻ ടീമുകൾക്കെതിരെയാണ് ബ്രസീൽ കളിക്കുന്നത്. സെനഗലും ടുണീഷ്യയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ 2 മത്സരങ്ങളും യൂറോപ്പിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. അതിനുശേഷം മാർച്ചിൽ മാത്രമാണ് ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നത്. അതിലെ എതിരാളികൾ ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഫ്രാൻസിന് വേണ്ടി ബ്രസീൽ ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും ഫ്രാൻസും ബ്രസീലും തമ്മിൽ അവിടെ ഒരു മത്സരം ഉണ്ടാകും. പിന്നീട് വരുന്ന യൂറോപ്യൻ എതിരാളി ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തതകൾ ലഭിച്ചിട്ടില്ല. നെതർലൻഡ്സിന് വേണ്ടി ബ്രസീൽ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഇതിനു പിന്നാലെ മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ക്രൊയേഷ്യയുമായി CBF ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. അമേരിക്കയിൽ വെച്ചുകൊണ്ട് ക്രൊയേഷ്യക്കെതിരെ ഒരു സൗഹൃദ മത്സരം മാർച്ച് മാസത്തിൽ കളിക്കാനാണ് ബ്രസീൽ ഉദ്ദേശിക്കുന്നത്. അവരുമായി ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ ഗോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഫലം കാണുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും യൂറോപ്പിലെ എതിരാളികൾ ആരാണ് എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. മിക്കവാറും അത് ഫ്രാൻസും ക്രൊയേഷ്യയും ആവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. നല്ല എതിരാളികൾക്കെതിരെ കളിക്കുമ്പോഴാണ് ബ്രസീലിന്റെ ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഏതായാലും കാർലോ ആഞ്ചലോട്ടി പരീക്ഷണങ്ങൾ തുടരുകയാണ്. തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് പരീക്ഷണങ്ങൾക്കുള്ള ഒരു സമയമാണ് എന്ന ഒരു മറുപടിയായിരുന്നു ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.